ഈശ്വരഭക്തിയില്ലാത്തവര് അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളെക്കുറിച്ചിട്ട് ഉപദേശിക്കുകയാണ് കപിലവാസുദേവര്. ദുഃഖനിവൃത്തിയും പരമാനന്ദ പ്രാപ്തിയുമാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം. ജീവിതത്തിൻ്റെ പരമലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് വർണ്ണാശ്രമധർമ്മത്തെ വൈദിക സംസ്കാരത്തിൽ നിർദ്ദേശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആശ്രമത്തിൽ പറഞ്ഞ ധർമ്മനിഷ്ഠയനുസരിച്ച് ജീവിതം ആചരിച്ചു പോകുമ്പോൾ മാത്രമാണ് ജന്മത്തിൻ്റെ ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ. ജന്മം, അതായത് ജീവൻ, ആത്മാവ് തന്നെ, ഈശ്വര ചൈതന്യം തന്നെ എന്ന് സാക്ഷാത്കരിക്കലാണ് ജന്മത്തിൻ്റെ പൂർണ്ണമായ ലക്ഷ്യം. ഈ പൂർണ്ണമായ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ ആവശ്യമായിരിക്കുന്നത് ബ്രഹ്മചര്യാശ്രമവും സന്യാസാശ്രമവുമാകുന്നു. എന്നാൽ എല്ലാവർക്കും ഈ ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്നുകൊണ്ട് തന്നെ സന്യാസം സ്വീകരിക്കുക എന്നത് സാധ്യമല്ല. സന്യാസം സ്വീകരിക്കുവാൻ സാധ്യമല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഗൃഹസ്ഥാശ്രമത്തെയും വാനപ്രസ്ഥാശ്രമത്തെയും കൂടി നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതാത് ആശ്രമങ്ങളിൽ പറയുന്ന ധർമ്മനിഷ്ഠയെ ആചരിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം. മുന്നോട്ട് പോകുമ്പോൾ അവിടെ ദുഃഖമുണ്ടാവുകയില്ല എന്നുള്ളതല്ല, ഇന്ന് ഏതൊരു ദുഃഖമാണോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിലും വലിയ ദുഃഖത്തെ നാളെ സഹിക്കുവാനുള്ള കരുത്ത് ലഭിക്കും. അതാണ് ധർമ്മ ആചരണത്തിന്റെ ഫലം. ദേഹം ഉണ്ടോ, ക്ലേശം ഉണ്ടായിരിക്കും. ഈ ക്ലേശ നിവൃത്തിക്ക് ഈശ്വരാഭിമുഖമായിട്ട് ഭഗവാന്റെ മൂലമന്ത്രത്തെ ജപിച്ചും ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരൻ സന്തോഷിക്കണം എന്ന ഭാവനയോടുകൂടി ആചരിക്കുകയും ചെയ്യണം. അപ്പൊ ഈശ്വര വിമുഖത, ഈശ്വരനിൽ നിന്നും മാറിയുള്ള ജീവിതം, വഴിവിട്ട ജീവിതം ഏറ്റവും ദുഃഖപൂർണമായൊരു ജീവിതമായിരിക്കും. ആ ജീവനെ, ഈശ്വര വിമുഖരായിരിക്കുന്ന ഒരു ജീവൻ ഉള്ളവർക്ക് യൗവനത്തിന്റെ ആരംഭത്തോടുകൂടി വിഷയത്തിലുള്ള ആശ വർദ്ധിക്കുകയാണ് ചെയ്യുക. കാരണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം യാഥാർത്ഥ്യമായത് ബോധിപ്പിക്കലാണ്. യഥാർത്ഥമായത് ഈശ്വരസത്തയും ഈശ്വരസത്ത അല്ലാത്തതെല്ലാം അയഥാർത്ഥമായതും എന്നൊരു ബോധ്യമാണ് വിദ്യാഭ്യാസത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത്. എന്നാൽ അങ്ങനെ ഒരു അവബോധം, ശുദ്ധബോധം, നിജബോധം വിദ്യാഭ്യാസ സംസ്കാരത്തിൽ പകർന്നു കൊടുക്കുവാനോ, അങ്ങനെ പകർന്നു കൊടുത്തത് സ്വാംശീകരിക്കുവാനോ ഉള്ളൊരു വിവേകം എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു വിവേകം ഇല്ലാത്തവർക്കാണ് യവനത്തോടുകൂടി വിഷയത്തിൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇതിന്റെ മൂർത്തിമത് രൂപമായ സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരമുള്ള ആസക്തി ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ആ പരസ്പരമുള്ള ആസക്തിയെ
പൂർത്തീകരിക്കുവാൻ വേണ്ടി, ഇല്ലെങ്കിൽ പ്രാപിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മോഹത്തോടു കൂടിയിരിക്കുന്ന ജനങ്ങള് വിവാഹങ്ങളൊക്കെ ചെയ്ത് ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ സ്വീകരിക്കും. ഈ ഗൃഹസ്ഥാശ്രമ ജീവിതത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇണയുടെ തൃപ്തിക്ക് വേണ്ടി എന്താണ്, കയ്യിലുള്ള സമ്പത്ത് എല്ലാവർക്കും തികഞ്ഞുകൊള്ളണമെന്നല്ല. കാരണം കുടുംബജീവിതത്തിൽ തന്നെ മാത്രമല്ല, താൻ സ്വീകരിച്ചിരിക്കുന്ന ഇണയെയും, അതുപോലെ തൻ്റെ അച്ഛനമ്മമാരെയും, അതുപോലെ സഹോദരി സഹോദരങ്ങളും ബന്ധുമിത്രാദി എല്ലാം ഉണ്ടെങ്കിൽ അവരെയെല്ലാം തന്നാൽ കഴിയുന്ന രീതിയിൽ സംരക്ഷിക്കേണ്ടതായൊരു ചുമതല ഗൃഹസ്ഥാശ്രമികൾക്കുണ്ട്. അപ്പോൾ കുടുംബജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുക, അതുപോലെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായാൽ അതിനെ ചികിത്സിക്കുക, അപ്രകാരം വിവാഹം, അതുപോലെ തന്നെ ഉത്സവങ്ങൾ തുടങ്ങിയിരിക്കുന്ന മംഗളകാര്യങ്ങൾ, ഇവയ്ക്കൊക്കെ വലിയ വലിയ ധനത്തിന്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആവശ്യമായിട്ട് വരുന്ന ധനമെല്ലാം തൻ്റെ സ്വധർമ്മത്തിൽ നിന്നും അല്ലെങ്കിൽ തൻ്റെ കർമ്മത്തിൽ നിന്നും ആർജിക്കുവാൻ എല്ലാ പണിയെടുക്കുന്നവർക്കും കഴിയുകയില്ല. അപ്പോ പണിയെടുത്ത് കുടുംബം പുലർത്തുവാൻ കഴിയാത്തവര്, ആ ധനം ഉപയോഗിച്ച് കുടുംബത്തെ സംതൃപ്തമാക്കാൻ കഴിയാത്തവർ എന്ത് ചെയ്യും? അവര് പരപീഠകൾ ചെയ്ത്, അന്യായമായ കർമ്മങ്ങൾ ചെയ്ത് സമ്പത്തിനെ ആർജിച്ച് കുടുംബത്തെ നയിക്കുക തന്നെ ചെയ്യും. കാരണം കുടുംബജീവിതത്തെ ദുഃഖമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സമ്പത്ത് ആവശ്യമാണ്. ആ സമ്പത്ത് അപ്പോ എങ്ങനെയാണോ ആർജിക്കുവാൻ കഴിയുക അങ്ങനെ അങ്ങോട്ട് ആർജിക്കുവാനുള്ളൊരു പ്രവണത കുടുംബജീവിതത്തിൽ ഏർപ്പെടുന്ന അധർമ്മ സ്വഭാവമുള്ളവർക്കുണ്ടാകും. അങ്ങനെ അവര് മണ്ണിലും പെണ്ണിലും അതുപോലെ പൊന്നിലും പണത്തിലും ഭ്രമിച്ച് ഭഗവാനെ സേവിക്കാതെ കാലത്തെ കളയുകയും ചെയ്യും. അങ്ങനെ കാലം കളയുന്ന ആ സംസാരികൾക്ക് തങ്ങളുടെ വില പിടിച്ച യൗവനം ചോർന്നു പോകുന്നത് അറിയുവാൻ കഴിയുകയുമില്ല. ആയുസിനെ കുറിച്ച് അവബോധമില്ലാത്ത അവര് ആയുസ് ചുരുങ്ങുന്തോറും ആശകളിൽ നിന്ന് മോചിക്കുകയല്ല ചെയ്യുന്നത്, അവരുടെ ആശകള് 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആശകളിൽ നിന്ന് മോചനം നേടണമെങ്കിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ധർമ്മശാസ്ത്രങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യക്തമാക്കിയിരിക്കുന്ന ധർമ്മം ആചരിച്ച് ജീവിക്കാത്തത് കൊണ്ടാണ് അധർമ്മികളായിരിക്കുന്ന ആളുകൾക്ക് വലിയ പ്രായത്തിലും എന്തുണ്ടാകുന്നത്? ആശകളുടെ വർധനമുണ്ടാകുന്നത്. അങ്ങനെ അവർക്ക് വാർദ്ധക്യമുണ്ടാവുകയായി. വാർദ്ധക്യമുണ്ടാകുന്നതോടുകൂടി ചെരയും നരകളും ഉണ്ടാകും. അപ്പൊ കണ്ണിന് കാഴ്ച കുറയും, ചെവി കേൾക്കാതെയാകും. അങ്ങനെ പല വിധത്തിലുള്ള ദേഹപീഠകളും അസ്വസ്ഥതകളും അവരെ ശല്യപ്പെടുത്തും. ആ ശല്യത്തിനോടൊപ്പം അവരുടെ മോഹങ്ങൾ സാധിക്കാൻ കഴിയാത്തതിലുള്ള നിരാശ, ചെറുപ്പത്തിലുണ്ടായിരുന്ന പോലെ ഭാര്യ ഭർത്താവിനെ അങ്ങനെ സമാഗമിക്കുവാൻ കഴിയാത്തതിലുള്ള അത്യധികമായ ദുഃഖം, അസംതൃപ്തി. അങ്ങനെയുള്ള അസംതൃപ്തിയും ദുഃഖവും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴോ ഭാര്യയിൽ നിന്നും ആത്മമിത്രമായിട്ട് അല്ലെങ്കിൽ ആത്മസ്വരൂപമായിട്ട് തന്നെ താൻ വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ മക്കളിൽ നിന്നുമുള്ള അവഹേളനം, ഈ അവഹേളനങ്ങളും സഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴെന്തായിരിക്കും? ഈ ആളുകൾക്ക്
ഇന്ദ്രിയങ്ങൾക്ക് ബലമില്ലാത്തതുകൊണ്ട് വിഷയസുഖങ്ങൾ പഴയതുപോലെ അനുഭവിക്കുവാൻ കഴിയാത്തതിലുള്ള വലിയതായ മനോവിഷമവും ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ 100 കൂട്ടം ശല്യങ്ങൾ അനുഭവിച്ചാലും അവർക്കെന്താണ് ഒരു ഗുരുവെ സ്വീകരിക്കുവാനോ ഒരു ഗുരുവിൽ നിന്നും മൂലമന്ത്രത്തെ ഉപദേശമായിട്ട് സ്വീകരിക്കുവാനോ ഈശ്വരാഭിമുഖമായിട്ട് തുടർകാലമെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനോ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയില്ല. അതാണ് ആ മഹാമോഹത്തിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ ആ മഹാമോഹത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെന്താണ് ഈശ്വര സ്മരണ ചെയ്യാതെ പിന്നെ എന്ത് ചെയ്യുന്നു? പരദൂഷണവും ആത്മാഭിമാനവും അങ്ങനെയൊക്കെ പറഞ്ഞ് അന്യജനങ്ങളെ മുഷിപ്പിച്ചുകൊണ്ട് അവരുടെ അവശമായ അവസ്ഥയെ വഷളാക്കി നീങ്ങുകയാണ് ചെയ്യുക. അങ്ങനെ വാദവിത്തകഭങ്ങൾ കോപിച്ച് ശ്വാസത്തിന് തന്നെ തടസ്സം നേരിട്ട് തുടങ്ങും. അവസാനാകുമ്പോഴേക്കോ ഓർമ്മശക്തി തീരെ നശിക്കും. വിളിച്ചുവാൾ തന്നെ മിണ്ടുവാൻ കഴിയുകയില്ല. അവരുടെ ശരീരത്തിനും മനസ്സിനും വലിയ വേദനയായിരിക്കും. അങ്ങനെയുള്ള വേദനകൾക്കും പുറമെ താൻ മരിക്കുമോ എന്നുള്ള അതിഭയവും ഉണ്ടായി. ഭയമില്ലാതെ, മരണഭയമില്ലാതെ, മരണം തന്നെ സ്വീകരിക്കുന്നതിനേക്കാൾ മുമ്പേ താൻ മരണത്തെ സ്വീകരിക്കണമെങ്കിൽ തനിക്ക് ആത്മീയമായ രഹസ്യം അറിയുവാൻ സാധിക്കുക തന്നെ വേണം. ആത്മീയമായ രഹസ്യം അറിയുമ്പോഴാണ് ശ്രീ പരീക്ഷിത്ത് ചെയ്തതുപോലെ പ്രായോപവേശം ചെയ്യുവാൻ ഒരു പ്രജയ്ക്ക് കഴിയുകയുള്ളൂ. മരണം തന്നെ സമീപിക്കുന്നതിന് മുമ്പേ തനിക്ക് മരണത്തെ സമീപിക്കുവാൻ കഴിയണമെങ്കിൽ ജനന മരണങ്ങളുടെയും ജീവന്റെയും ജഗത്തിന്റെയും അതുപോലെ ജഗത് നിയന്താവായിരിക്കുന്ന തത്വത്തിന്റെയും യഥാർത്ഥ സ്വരൂപം നിജബോധമായി പ്രകാശിക്കുക തന്നെ വേണം. നിജബോധം പ്രകാശിക്കത്തിടത്തോളം കാലം മരണഭയത്തിൽ നിന്നും മോചിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോ അങ്ങനെയുള്ള മരണഭയത്തോടുകൂടി അങ്ങനെ കാലം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും? തൻ്റെ ഭാര്യാപുത്രന്മാരെയും സ്വന്തം എന്ന് കരുതിയിരിക്കുന്ന സമ്പത്തിനെയും വിട്ടുപോകുന്നതിനോടുള്ള ആ സങ്കടം, വലിയ സങ്കടം, ഇങ്ങനെയുള്ള സങ്കടങ്ങളെ കൊണ്ട് കണ്ണുനീരൊഴുകും. പുറത്തേക്കൊന്നും പറയുവാനുള്ള ശക്തിയില്ലെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോഴോ അത് കണ്ട് അടുത്തിരിക്കുന്ന ആളുകളും കരയും. ആ സമയത്തെങ്കിലും സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയുന്ന ഗുരുക്കന്മാരെയോ ഗുരുജനങ്ങൾ ഉപദേശിക്കുന്ന ഈശ്വരന്മാരെയോ ഒരു നിമിഷം പോലും ആദരിക്കുവാനോ അംഗീകരിക്കുവാനോ അതുപോലെ തന്നെ ഓർക്കുവാനോ ഈ അധർമ്മികൾക്ക്, അക്രമികൾക്ക്, അജ്ഞാനികൾക്ക് കഴിയുകയില്ല. അങ്ങനെ ദൈവികമായ സ്മരണയില്ലാതെ അവര് ശരീരം, ഭാര്യ, മക്കള്, സമ്പത്ത് ഇതെല്ലാം ഉപേക്ഷിച്ച് ചത്തുപോവുകയും ചെയ്യും. മരിച്ചങ്ങോട്ട് പോകും. അപ്പോഴോ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരന്മാരായ യമദൂതന്മാർ ആ ജീവനെ യാതനാദേഹത്തിൽ ബന്ധിച്ച്
യമലോകത്തിലേക്ക് കൊണ്ടുപോകും. ഈ യാതനാദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ദേഹമാണ്. അപ്പൊ നമ്മള് സ്വപ്നം കാണുമ്പോൾ എന്താണ്, നമ്മുടെ ദേഹം ഉണ്ടെങ്കിലും ഈ ദേഹത്തിലേതായിരിക്കുന്ന ദേഹമല്ല സ്വപ്ന ശരീരത്തിലെ സ്വപ്നം അനുഭവിക്കുന്ന ദേഹം. അത് സൂക്ഷ്മദേഹമാണ്, സൂക്ഷ്മ ശരീരമാണ്. അതുപോലെ ജലമയമായ ഒരു ദേഹത്തെയാണ് വാസ്തവത്തില് യാതനാദേഹം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ള ആ യാതനാദേഹം എത്ര പീഡ അനുഭവിച്ചാലും നശിക്കുന്നതല്ല. നമ്മൾ സ്വപ്നത്തില് സ്വയം മരിക്കുന്നതായിട്ടും ദുഃഖിക്കുന്നതായിട്ടും സുഖിക്കുന്നതായിട്ടും പല രീതിയിലും പല പല തരത്തിലുള്ള അനുഭവങ്ങൾ കണ്ടു കഴിഞ്ഞാലും എന്താണ്, നമുക്ക് ഉറക്കമുണർന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ, എന്നുവെച്ചാൽ ഉറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ഉണ്ടായി. എന്നതുപോലെ തന്നെയാണ് ജീവൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾക്ക്, അധർമ്മങ്ങൾക്ക്, അക്രമങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ശിക്ഷയെ, അത്ര മാരകമായ ശിക്ഷയെ അനുഭവിച്ചു കഴിഞ്ഞാലും ആ യാതനാദേഹം നശിക്കുകയില്ല, മരിക്കുകയല്ല. ആ പീഡ യാതനാദേഹം അറിയുകയും ചെയ്യും. അങ്ങനെ ആ യാതനാദേഹത്തിലൂടെ എന്താണ്, യമലോകത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ യമലോകം എവിടെയാണെന്നാ പറയണത്? ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് 99,000 യോജന ദൂരം. അങ്ങനെയുള്ള ദൂരത്തെ 3 മുഹൂർത്തം കൊണ്ട് പഴുത്ത മണലിൽ കൂടി ഈ യാതനാദേഹത്തെ നടത്തിക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുക. അങ്ങനെ നടത്തിക്കുന്ന വഴിയിൽ എന്തായിരിക്കും? തണൽ മരമോ അതുപോലെ തന്നെ തണ്ണീർപ്പന്തലോ അത്താണികളോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒന്നുമില്ലാതെ ആ ശൂന്യതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യജന്മം കിട്ടിയിട്ടും ഭഗവാനെ ഭജിക്കാതെ ഗുരുക്കന്മാരെ വന്ദിക്കാത്ത ആ പാപക്കൊടികളായ ജീവന്മാർക്ക് താമസാദി നരകങ്ങളെ യമധർമ്മരാജാവ് അനുഭവിപ്പിക്കും. അങ്ങനെ നരകങ്ങളെല്ലാം അനുഭവിച്ച ശേഷം വീണ്ടും ആ പ്രജ മനുഷ്യനായിട്ട് ജനിക്കും. അല്ലെ, നമ്മുടെ ഭൂമിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മ, അക്രമം, അധർമ്മം ചെയ്താൽ എന്താണ്? കോടതി ശിക്ഷിക്കും. ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാലോ ജയിലിൽ നിന്നും ആള് പുറത്തേക്ക് വരും. അപ്പോഴേക്കും മാനസാന്തരം വന്നുവെങ്കിൽ ആ ആൾക്ക് പിന്നീട് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. എന്തായാലും ഇവിടെ നരകാനുഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ നശിക്കാത്ത ആ സൂക്ഷ്മ ശരീരത്തെ, ആ യാതനാദേഹത്തെ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ ഒരു പ്രജയുടെ രൂപത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യുക. എങ്ങനെ? നരകത്തിൽ നിന്നും മടങ്ങിയ ജീവൻ 7.5 കോടി ജന്മം വൃക്ഷലതാദികൾക്ക് ആയിട്ട് കഴിയേണ്ടി വരും. പിന്നെയോ പക്ഷി മൃഗാദികളിലും ഒക്കെ കഴിച്ചു കൂട്ടേണ്ടി വരും. അങ്ങനെ ഭഗവത് കൃപ കൊണ്ട് വീണ്ടും മനുഷ്യജന്മത്തെ പ്രാപിക്കുകയാണ് ചെയ്യുക. എങ്ങനെ മനുഷ്യജന്മത്തെ പ്രാപിക്കുന്നത്? പുരുഷന്റെ രേതസ് വഴി മാതൃഗർഭത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുക. പർജന്യ ലോകത്തിൽ നിന്നും വൃഷ്ടിയായിട്ട്, മഴയായിട്ട് ആ തുള്ളികള് അന്നത്തിൽ, ഭക്ഷണ പദാർത്ഥത്തിൽ പ്രവേശിച്ച് ആ ഭക്ഷണം കഴിക്കുന്ന പുരുഷൻ അത് തൻ്റെ വീര്യം ശുക്ലമാക്കി തീർത്ത് ശുക്ലം സ്ത്രീയാകുന്ന യോനിയിലേക്ക് സമർപ്പിച്ച് അങ്ങനെയാണ് ഒരു പ്രജ രൂപം കൊള്ളുന്നത്. അങ്ങനെ മാതൃഗർഭത്തിലെത്തിയ ആ ജീവൻ 5 ദിവസം കൊണ്ട് ബുദ്ബുദം പോലെയായിട്ട് തീരും. ബുദ്ബുദം പോലെ ആയതിനു ശേഷം 10 ദിവസം കൊണ്ട് അണ്ടം പോലെ ആയിത്തീരുകയും ചെയ്യും. പിന്നീട് ആ ജീവൻ 1 മാസം കൊണ്ട് ശിരസ്സുള്ള
പ്രജയായിട്ട് തീരും. 2 മാസം കൊണ്ട് ആ ബീജത്തിൽ എന്തുണ്ടാവും? കരചരണങ്ങളും ഉണ്ടാകും. 3-ാമത്തെ മാസത്തിൽ അത് സ്ത്രീയാണോ പുരുഷനാണോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള രീതിയിൽ അതിന്റെ ലിംഗം അതിന് ഉണ്ടാകും. പിന്നെയോ 4-ാമത്തെ മാസത്തിൽ സപ്തധാതുക്കളും ത്വക്ക്, അസ്ത്ര, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം ഇവയാണ് സപ്തധാതുക്കൾ. അപ്പൊ ഈ സപ്തധാതുക്കൾക്ക് ആവശ്യമായിരിക്കുന്ന മൂലകങ്ങളും ആ കുഞ്ഞിൽ ഉണ്ടാവുവാൻ ഇടയായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. പിന്നീടോ 5-ാമത്തെ മാസത്തിൽ ആ കുട്ടിക്ക് വിശപ്പും ദാഹവും ഉണ്ടാകുവാൻ തുടങ്ങും. ശേഷം 6-ാമത്തെ മാസത്തിൽ ജരായുവിനെ കൊണ്ട് ആ പ്രജ മൂടപ്പെടുകയും ചെയ്യും. അങ്ങനെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ അമ്മ കഴിക്കുന്ന ആഹാരം ദഹിച്ച് അതിൽ നിന്നും ചെറിയൊരംശം ആ കുഞ്ഞിനും ആഹാരമായിട്ട് ലഭിക്കും. 7-ാമത്തെ മാസം മുതൽ ആ ഉണ്ണിക്ക് ബോധമുണ്ടാവുവാൻ തുടങ്ങും പ്രജയ്ക്ക്. ആ സമയം പൂർവജന്മങ്ങളെക്കുറിച്ചും നരകം അനുഭവിച്ചതിനെക്കുറിച്ചും ഓർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യും. അവിടെ ആ ഗർഭോദരത്തിൽ നാഡീഞരമ്പുകളെ കൊണ്ട് ചുറ്റപ്പെട്ട് മലമൂത്രങ്ങൾക്കിടയിൽ ജഡരാഗ്നിയുടെ ചൂടും അനുഭവിച്ചുകൊണ്ട് തല കീഴായിട്ടങ്ങനെ കിടക്കും. അവിടെയോ പുഴുക്കളുടെ കടി, മാതാവ് കഴിക്കുന്ന ആ എരിവ്, പുളി, ഉപ്പ് തുടങ്ങിയിരിക്കുന്ന അന്നപദാർത്ഥങ്ങൾ ആ നേരിയ ചർമ്മത്തിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന വേദന, ഇവയെല്ലാം കൂടി ദുഃഖം സഹിക്കാൻ കഴിയാതെ ഇടയ്ക്കിടെ ആ പ്രജ ഗർഭോദരത്തിൽ തന്നെ ആലസ്യപ്പെട്ടു പോകും. ബോധമുണ്ടാകുന്ന സമയത്ത് ഈശ്വര സ്മരണയെ ചെയ്യുകയും ചെയ്യും. ഇവിടെ ഈ പൂർവജന്മ സ്മൃതിയും ഗർഭോദരത്തിലുള്ള ഈശ്വര സ്മൃതിയും എല്ലാ ജീവന്മാർക്കും ഉണ്ടാവുകയില്ല എന്നും ഒരു കൂട്ടര് അവകാശപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ ജന്മങ്ങളിലെ സുഹൃതം ധർമ്മം ആചരിച്ച ജീവന്മാർക്കാണത്രേ ഈ പൂർവജന്മ സ്മൃതിയും ഈശ്വര സ്മരണയും ഉണ്ടാകുന്നത്. കാരണം മോക്ഷം ലഭിക്കുന്നത് വരെയും ഒരു ജീവൻ ജനിക്കും മരിക്കും. അപ്പൊ ഈ ജനന മരണങ്ങളിൽ നിന്നുള്ള പൂർണ്ണമോചനം മോക്ഷമാണ്. ആ മോക്ഷത്തിനെ നമ്മുടെ ധർമ്മശാസ്ത്ര പ്രകാരം 4 ആശ്രമങ്ങളിലെ സന്യാസാശ്രമമായിരിക്കുന്ന ആ ആശ്രമധർമ്മം സ്വീകരിച്ച് ബ്രഹ്മനിഷ്ഠയെ ബോധിച്ച് ശരീരം വിദേഹമുക്തിയെ പ്രാപിക്കുക തന്നെ വേണം. അപ്പോഴാണ് മോക്ഷം. അതാണ് നമ്മൾ ഈ ഭാഗവത ധ്യാനം ശ്രവിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട വിഷയം. നമ്മൾ ഗുരുജനങ്ങളെയോ സാധുജനങ്ങളെയോ സന്യാസിമാരെയോ ആശ്രമങ്ങളെയോ അതുപോലെ ലൗകിക ജീവിതം ആചരിക്കുന്നവരെയോ കുറ്റം പറയുവാനോ ആക്ഷേപിക്കുവാനോ അല്ല ആർജവം കാണിക്കേണ്ടത്. തെറ്റായ പ്രചരണങ്ങൾ നടത്തി ആളുകളുടെ ആ ആത്മീയമായിരിക്കുന്ന ആ ആഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം സമൂഹത്തിൽ ധർമ്മം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാകാതിരിക്കണം. നിങ്ങൾ ചിലപ്പോൾ ഒരു ഗുരുവേക്കാൾ അല്ലെങ്കിൽ ഒരു സന്യാസിയേക്കാൾ ശ്രേഷ്ഠരാണെന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ചിലപ്പോൾ തോന്നിയേക്കാം. എങ്കിലും അങ്ങനെ മറ്റ് ആശ്രമങ്ങളെ നിന്ദിക്കുവാനോ വിമർശിക്കുവാനോ ആയിട്ട് നിങ്ങൾ ഭാഗവതത്തെ ഉപയോഗിക്കരുത്, ഭാഗവതത്തെ ദുരുപയോഗം ചെയ്യരുത്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം ഈ 4 ആശ്രമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മം ആചരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു നിർദ്ദേശം, ആദേശം, ഉപദേശമാണ് സമൂഹത്തിനോട് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും
മോക്ഷം കിട്ടും, മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഗതി കിട്ടും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ജീവിക്കുമ്പോൾ, പ്രചരിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപകടം സംഭവിക്കും, ആപത്ത് സംഭവിക്കും. കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ പോലും, ഭഗവാന്റെ പൂർണ്ണാവതാരമായിരുന്ന ഭഗവാൻ പോലും എന്താണ്, ഒരമ്പ് കൊണ്ട് നശിച്ചു. സുധാഗമനം വന്നിടത്തേക്ക് തന്നെ തിരിച്ചു. ഈശ്വര അവതാരങ്ങൾക്ക് കൂടി അന്ത്യമുണ്ടായി. അപ്പോൾ അല്പ പ്രാണികളായ മനുഷ്യൻ ആ ഈശ്വരനെയും ആ ഈശ്വര മഹിമയെ വെളിപ്പെടുത്തുന്ന ഗുരുക്കന്മാരെയും എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ആർജവത്തോടുകൂടി സമീപിക്കുകയും അവരുടെ അനുഗ്രഹങ്ങൾ സമ്പാദിക്കുന്നവരായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം. അങ്ങനെ 10 മാസം ആ ഗർഭസ്ഥ ശിശു ഗർഭവാസ ദുഃഖം അനുഭവിച്ച ശേഷം പ്രസൂരി മാരുതന്റെ സഹായത്തോടുകൂടി ജനിക്കുകയും ചെയ്യും. ജനിച്ചു കഴിഞ്ഞതിന് ശേഷമോ പിന്നീടും ദുഃഖം തന്നെ ദുഃഖം. മലമൂത്രങ്ങളിലുള്ള കിടപ്പ്, കൊതുക്, മൂട്ട, ഈച്ച, ഉറുമ്പ്, തേന് മുതലായിരിക്കുന്ന ആ ജീവികളുടെ കടി, അതുപോലെ അവയവങ്ങൾ ഇഷ്ടം പോലെ ഇളക്കാൻ കഴിയാത്തതിലുള്ള ദുഃഖം, പരഹിതം അറിയാത്ത അമ്മമാര് ചെയ്യുന്നതെല്ലാം സഹിക്കേണ്ടി വരികയും ചെയ്യാം. കുട്ടി ചിലപ്പോൾ കരയും. അത് ചിലപ്പോൾ കൊതുക് കടിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ മൂട്ട കടിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ വയറുവേദന എടുത്തിട്ടായിരിക്കാം, ചിലപ്പോ കുട്ടിക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന വസ്ത്രം അത് ഭയങ്കര കുടുങ്ങിയ വസ്ത്രമാണെങ്കിൽ അതിന്റെ ആ കുറ്റക്കം കാരണമായിരിക്കാം. ഏത് കുടുക്കുകൊണ്ടാണ് ഈ കുട്ടി കരയുന്നതെന്ന് അറിയാൻ കഴിയാത്ത അമ്മ ആ കുട്ടിയെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കും. പാല് കൊടുക്കും, ഇങ്ക് കൊടുക്കും, ആട്ടും ഉരുട്ടും പലതും ചെയ്യും. പക്ഷേ കുഞ്ഞു വാസ്തവത്തിൽ എന്തിനാണ് കരയുന്നതെന്ന് ആ കുഞ്ഞിന് പോലും അറിയില്ല, കുഞ്ഞിനെ പറയുവാനും കഴിയില്ല. അപ്പൊ കുഞ്ഞിന് പോലും അറിയാത്ത ആ വേദന കൊണ്ട് കരയുന്ന കുട്ടിയോ അത് തിരിച്ചറിയാൻ കഴിയാത്ത അമ്മയും പല രീതിയിൽ ക്ലേശിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയെല്ലാം അതും സഹിച്ച് അനേകം ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആ പ്രജ ശൈശവം, ബാല്യം, കൗമാരം തുടങ്ങിയ ദശകളെയും അതിക്രമിച്ച് യൗവനത്തെ അങ്ങോട്ട് പ്രാപിക്കും. അങ്ങനെ യൗവനത്തെ പ്രാപിക്കുമ്പോഴോ ദിവസം പ്രതി ദേഹാഭിമാനം വർദ്ധിച്ച് ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടുള്ളതെല്ലാം മറന്ന് പിന്നെയോ ദുർജന സംസർഗത്തോടുകൂടി ഈശ്വരനിന്ദയെ ചെയ്യുന്നവരായിട്ട് തീരുകയാണ്. സന്യാസിമാരെയും അതുപോലുള്ള ഗുരുജനങ്ങളെയും ആ ഗുരുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഈശ്വര അവതാരങ്ങളെയും ആക്ഷേപിക്കുവാനും നിന്ദിക്കുവാനും ദൈവമാണത്രേ ദൈവം. അങ്ങനൊരു ദൈവമോ ഈശ്വരനോ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആപത്തുകൾ, അപകടങ്ങൾ ഇവിടെ ഉണ്ടാവോ ഒക്കെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ തന്നെ പറയുന്ന അടവുകളാണ്, സൂത്രങ്ങളാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സത്സംഗം നടത്തുന്ന ആളുകളെയും അതുപോലെ അതിൽ പങ്കെടുക്കുന്ന ആളുകളെയും ഒക്കെ കുറ്റം പറഞ്ഞും പീഡിപ്പിച്ചും പരനിന്ദകളെ ചെയ്തും പരപീഡനയെ ചെയ്തും പരധനങ്ങളെ അപഹരിച്ചും അവര് വലിയ 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 മഹാപാപങ്ങളെ ചെയ്തു കൂട്ടും. അങ്ങനെ അവരുടെയും എന്ത് ചെയ്യും? വാർദ്ധക്യപ്രാപം അവർക്കുമാവും പ്രായം. അപ്പോഴോ അങ്ങനെ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കാത്തത് കൊണ്ട് ഇച്ഛാഭംഗം ഉണ്ടാകും, രോഗങ്ങളെ കൊണ്ട് ശല്യം ഉണ്ടാകും, ആഹാരാദി സുഖങ്ങളിലുള്ള അത്യാഗ്രഹം ഉണ്ടാകും, അതൊന്നും അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ദുഃഖമുണ്ടാകും. പിന്നെ അന്യരുടെ കീഴിലുള്ള ജീവിതം ഇങ്ങനെ അനേകങ്ങളായിരിക്കുന്ന അസഹ്യങ്ങളായ ദുഃഖഭാരത്തോടുകൂടി രോഗശയ്യയെ ശരണം പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ രോഗങ്ങളെ മൂർച്ഛിച്ച് കഠിന വേദന അനുഭവപ്പെടും. അപ്പോഴോ സ്വന്തമെന്ന് വിചാരിച്ചിരുന്നവരെല്ലാം വിട്ടുപോവുകയായി എന്നുള്ള വിചാരത്തോടുകൂടി കഠിന ദുഃഖം. ഇങ്ങനെ അവാച്യങ്ങളായ അനേക ദുഃഖങ്ങളോട് കൂടിയിട്ട്
മരണശൈലിയിൽ മലർന്നു കിടക്കുമ്പോൾ യമകിങ്കരന്മാർ അവിടെ എത്തുകയായി. എന്നിട്ടോ ഭയങ്കരന്മാരായിരിക്കുന്ന ആ യമകിങ്കരന്മാരെ കണ്ട് ഭയചകിതനായിട്ട് മലമൂത്രങ്ങൾ വിസർജിക്കും. അന്ത്യശ്വാസം വലിക്കുന്ന ആ ജീവനെ യമകിങ്കരന്മാർ മനുഷ്യദേഹത്തിൽ നിന്നും വേർപെടുത്തി വീണ്ടും പഴയതുപോലെ യാതനാദേഹത്തിൽ ബന്ധിച്ച് യമലോകത്തിലേക്ക് എത്തിക്കും. അങ്ങനെ ജീവൻ ജനന മരണ പ്രവാഹ രൂപത്തിലുള്ള സംസാര ചക്രത്തിൽ നട്ടം തിരിയുന്ന രീതി കപില വാസുദേവര് ദേവഹൂതിക്ക് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെയുള്ള നട്ടം തിരിയിൽ നിന്നും മോചനം നേടുന്നതിന് എന്ത് വേണം? സദ്ഗുരുവെ പ്രാപിച്ച് മൂലമന്ത്ര ജപത്തെ ഉപദേശമായിട്ട് സ്വീകരിച്ച് അതിൽ ആചാരനിഷ്ഠമായിട്ട് അനുഷ്ഠാനങ്ങൾ ചെയ്ത് ജ്ഞാനം അവബോധമായിട്ട് പ്രകാശിക്കുമ്പോൾ മോക്ഷം, അതിനെ ആശ്രമാദാശ്രമം ഗച്ഛ എന്ന് പറയുന്ന രീതിയിൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യാസം, അതിന് സാധിച്ചില്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നോ വാനപ്രസ്ഥാശ്രമത്തിൽ നിന്നോ എങ്കിലും സന്യസിക്കുവാനുള്ള ഒരു ആഗ്രഹം, അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തി ജീവിക്കുക തന്നെ വേണം. ഇങ്ങനെ ഭഗവത് ഭക്തിയിൽ മോഹമില്ലാതെ വിഷയാസക്തിയോടെ പരിശുദ്ധ പുണ്യകർമ്മങ്ങളെ ചെയ്യുന്ന ഒരു ഗൃഹസ്ഥനായാലും ദുഃഖം വിട്ടുമാറുകയില്ല. അപ്പോ ധർമ്മം ആചരിക്കുന്ന ഗൃഹസ്ഥന്മാരെന്താണ്? അവര് യജ്ഞം, ദാനം മുതലായ കർമ്മങ്ങളെ കൊണ്ട് ദേവന്മാരെയും അതുപോലെ ശ്രാദ്ധാദി പിതൃകർമ്മങ്ങളെ കൊണ്ട് പിതൃദേവന്മാരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവര് അതാത് പുണ്യലോകങ്ങളെ പ്രാപിക്കുകയും ചെയ്യും. എന്നാലോ ചെയ്തതായ പുണ്യം തീർന്നാൽ വീണ്ടും അധപതിക്കുകയും ചെയ്യും. ഈ പരമാർത്ഥം മനസ്സിലാക്കാത്ത കർമ്മരന്മാരുടെ കഥയും കഷ്ടമാണ്. എന്തിനധികം നിഷ്കാമകർമ്മം ചെയ്യുന്നവരായാലും ഭഗവത് ഭക്തി രസത്താൽ ആർദ്രചിത്തരാകുന്നില്ലെങ്കിൽ സംസാര ദുഃഖം വിട്ടുമാറുകയില്ല. ഭഗവത് ഭക്തി ഉണ്ടാവാൻ നിരന്തരം കഥാശ്രവണങ്ങളും നാമകീർത്തനങ്ങളും മൂലമന്ത്ര ജപവും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രേമഭക്തി ഉണ്ടാകും. പ്രേമഭക്തി ഉണ്ടാകുമ്പോഴോ ജ്ഞാനവൈരാഗ്യങ്ങളെ തനിയെ സിദ്ധിക്കുകയും ചെയ്യും. ഇപ്രകാരം ദേവഹൂതിയുടെ ചോദ്യങ്ങൾക്കെല്ലാം കപിലവാസുദേവരെ മറുപടി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കപിലോപദേശം ശ്രദ്ധിച്ചു കേട്ടാൽ തന്നെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ സിദ്ധിച്ച് ഭഗവത് പ്രാപ്തി ഉണ്ടാകും എന്ന് ആയതിന്റെ ഫലശ്രുതിയും പറയുന്നുണ്ട്. അങ്ങനെ കപിലോപദേശം ശ്രദ്ധിച്ചു കേട്ടതായിരിക്കുന്ന ദേവഭൂതി മാതാവ് കൃതാർത്ഥയായിട്ട് ശ്രീ കപില വാസുദേവനെ ഭഗവാനെ സ്തുതിച്ചു. സൃഷ്ടിയാദി ലീലകളെ വെറും സങ്കല്പമാത്രം കൊണ്ട് നടത്തുന്ന സാക്ഷാൽ ജഗദീശ്വരനായ അവിടത്തെ ഗർഭത്തിൽ വഹിക്കുകയും മാതൃരൂപേണ എന്നെ ശുശ്രൂഷിക്കുകയും അവിടത്തെ പുത്രരൂപേണ എനിക്ക് സ്നേഹിക്കുവാൻ സാധിക്കുകയും കഴിഞ്ഞു. ഇപ്പോഴോ അവിടത്തെ തിരുമുഖത്തിൽ നിന്ന് ആ രഹസ്യങ്ങളായിരിക്കുന്ന ഉപദേശങ്ങൾ ശ്രവിക്കുവാനും സാധിച്ചു. അങ്ങനെയുള്ള ഞാൻ ഏറ്റവും ധന്യയായി. അവിടത്തെ ആ തിരുമൂലമന്ത്രം അറിയാതെയെങ്കിലും എന്ന് ജപിച്ചു പോയാൽ ആ മന്ത്രജപം അപവിത്രനെ കൂടി പവിത്രനാക്കി തീർക്കും, പവിത്രമാക്കി തീർക്കും. പിന്നെ അങ്ങയെ കാണാൻ സാധിച്ചാലത്തെ അവസ്ഥ പറയേണ്ടതുണ്ടോ? അങ്ങനെയുള്ള അവിടത്തെ അടിയനിത നമസ്കരിക്കുന്നു. തന്റെ മാതാവ് സിദ്ധയായി കഴിഞ്ഞു എന്നറിഞ്ഞ ഭഗവാൻ മാതാവിനോടും അനുവാദം മേടിച്ച് ഒന്നിച്ചുള്ള യോഗി സംഘങ്ങളോട് കൂടിയിട്ട് യാത്രയായി. ഇന്നും പാതാളത്തില് ലോക നന്മയ്ക്കായിട്ട് കപില വാസുദേവരെ നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആയതുകൊണ്ട് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാൽ മുക്താവസ്ഥയെ പ്രാപിക്കുകയാണ് ഒരു ജീവന്റെ പരമലക്ഷ്യം. ആ ജീവന്റെ പരമലക്ഷ്യം പ്രാപിച്ച ദേവഹൂതി ഭഗവത് ധ്യാനം കൊണ്ട് എന്താണ് ദേഹധർമ്മങ്ങളെ കൂടി മറന്നുപോയി ക്രമേണ
മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. ദേവഹൃതിയുടെ ദേഹം തീർത്ഥമായി ഒഴുകി ആ ബിന്ദു സരസിൽ ചേർന്നു. സിദ്ധപദം എന്ന ആ സ്ഥലത്ത് ഇന്നും ആളുകൾ പറയുന്നുണ്ട്. ആയതുകൊണ്ട് ഈ കാർഗില വാസുദേവന്റെ ഉപദേശം വായിക്കുന്നതും അതുപോലെ അതിലെ കഥകളുടെ ശ്രവണവും ഭഗവാനിൽ അനന്യമായ ഭക്തി ഉണ്ടാകുവാൻ ഏറ്റവും പ്രയോജനമാണെന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ സ്കന്ധത്തെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കപിലോപദേശം അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ്, നമ്മള് കാലവിഭാഗത്തിൽ നിന്നാണ് ഈ ആശയത്തെ, ഇപ്പൊ നമ്മൾ അവസാനിപ്പിച്ച ആശയത്തെ മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഈ കാലവിഭാഗം, കാലം സത്യത്തിൽ എന്താണ്? കാലം അഖണ്ഡമാണ്. കാലം അഖണ്ഡമായതുകൊണ്ടോ അതിനെ മുറിക്കുവാൻ സാധിക്കുകയില്ല. നമ്മളിവിടെ മൂന്നാമത്തെ സ്കന്ധത്തിന്റെ നമ്മള് രണ്ടാമത്തെ സ്കന്ധത്തിലെ കാലഗണനയെ കുറിച്ച് പറയുകയാണ്. ഇത്രടി മുതൽ മഹാകൽപ്പം വരെയുള്ള കാലം. അങ്ങനെയുള്ള കാലഗണനയെ കൊണ്ടുപോലും അഖണ്ഡമായ കാലത്തെ മുറിക്കുവാൻ സാധിക്കുകയില്ല. അപ്പൊ ഈ മുറിക്കുന്നത്, ഈ വിഭജനം, അതായത് 24 മണിക്കൂറും ഇപ്പൊ എന്താണ്, ഇന്ന് 21/3/2014 10:54 എന്ന സമയമാണ് ഇപ്പോൾ നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഈ സമയവിവര പട്ടിക കാണിക്കുന്ന ഉപകരണത്തില് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ വിഭജനം വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? വ്യവഹാരത്തിന് വേണ്ടിയിട്ടാണ്. ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ വ്യവഹാരത്തിലൂടെ ജീവിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യണം? ഈശ്വരനെ അനന്യമായിട്ട് ശരണം പ്രാപിക്കണം. ഈശ്വരനെ അനന്യമായിട്ട് ശരണം പ്രാപിക്കണമെങ്കിൽ ഈശ്വരനെ അറിഞ്ഞ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ഗുരുക്കന്മാരിൽ നിന്നും ഉപദേശം സ്വീകരിക്കുകയും അനുഗ്രഹം ആർജിക്കുകയും ചെയ്യണം. ഇവിടെ അഖണ്ഡബോധകാല സ്വരൂപിയായി പ്രകാശിക്കുന്ന ഭഗവാൻ മനുഷ്യരുടെ മനക്കോട്ടകളെ എല്ലാം കാലസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ നശിപ്പിക്കുക തന്നെ ചെയ്യും. ആയതുകൊണ്ട് കാലകാലനെ ശരണം പ്രാപിക്കണം. കാലകാലനെ ശരണം പ്രാപിച്ചാലോ അപ്പോൾ കാലം ബാധിക്കുകയില്ല. ഇല്ലെങ്കിലോ ഇവിടെ പറഞ്ഞ രീതിയിൽ ആ ഗർഭാവാസ ദുഃഖവും അങ്ങനെയുള്ള ജനന മരണ ദുഃഖവും പുനരഭി ജനനം പുനരഭി മരണം എന്നുള്ള രീതിയിൽ അനുഭവിക്കേണ്ടി വരും. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ദേവഭൂതി മാതാവ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു, മോക്ഷവഴിയും അറിഞ്ഞു കഴിഞ്ഞു. അപ്പോഴോ ഈ കഥയുണ്ടല്ലോ, ഈ പറഞ്ഞ തത്വഭാഗം, ഇത് ശ്രദ്ധയും ഭക്തിയും വിശ്വാസവും വിനയവും ഉള്ളവരോട് മാത്രമേ ഈ ശാസ്ത്രം പറയാവൂ. ഇവിടെ ഈ ഭാഗവത ധ്യാനത്തിലൂടെ ഇന്റർനെറ്റ് മീഡിയ വഴി ഞാൻ ഈ ആശയത്തെ ഇപ്പോൾ പറയുകയാണ് ചെയ്തത്. കാരണം ശ്രദ്ധയും ഭക്തിയും വിശ്വാസവും വിനയവും ഒത്തിണങ്ങിയ ഒരാളെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ശ്രവണം ചെയ്യുന്നവരിൽ അങ്ങനെ ഉള്ളവർ ഉണ്ടായാൽ അവർക്ക് തീർച്ചയായിട്ടും 100% അധികവും ഈ ഭാഗവത ധ്യാനം പ്രയോജനപ്പെടും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ജീവനെ മോചിക്കുവാനായിട്ടുള്ള ഏക വഴി ഭഗവാനെ ശരണം പ്രാപിക്കലാണ്, ഈശ്വരനെ ആശ്രയിക്കലാണ്. ഗുരുമുഖത്തിൽ നിന്നും അറിയുന്ന ആ ഈശ്വര സ്വരൂപത്തിൽ അനന്യമായ ഭക്തി വളർത്തി ജീവിക്കുകയാണ് ആവശ്യം. അങ്ങനെ ആ ദേവഭൂതി മാതാവ് എല്ലാ പ്രകാരത്തിലും ശരണം പ്രാപിച്ചു. അതുപോലെ എല്ലാ പ്രകാരത്തിലും ആരാണോ ഈശ്വരനെ ശരണം പ്രാപിക്കുന്നത് അവർക്ക് മാത്രമേ ആത്യന്തികമായ സുഖം കിട്ടുകയുള്ളൂ. ആത്യന്തികമായിരിക്കുന്ന സുഖത്തെയാണ് ആത്മസുഖം എന്ന് പറയുന്നത്. ആത്മസുഖം അനുഭവിച്ചത് കൊണ്ടാണ് നാം എല്ലാവരും നശിക്കാത്ത സുഖത്തെ ഇന്നും എന്നും തേടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ദേവഭൂതി മാതാവ് തപസ്വിനിയായി നദിയായി തീർന്നു. ആ സ്ഥലം
സിദ്ധപദം എന്നറിയപ്പെട്ടു. അപ്പൊ ഇവിടെ കാരണസൃഷ്ടിയിലൂടെ മോക്ഷം എങ്ങനെ എന്ന് ഒന്നുകൂടി വ്യക്തമാക്കേണ്ടിയിരിക്കുകയാണ്. കാരണം മോക്ഷം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ നേർ വിപരീതമാണ്. അപ്പൊ സൃഷ്ടി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ്? ബാഹ്യവികാസമാണ്. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങള് ബാഹ്യമായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. ഈ മോക്ഷം എന്ന് പറഞ്ഞാലോ അത് ഉള്ളിലേക്കുള്ള വികാസമാണ്. ഉള്ളിലേക്ക് ഇന്ദ്രിയങ്ങളെല്ലാം അന്തർമുഖമാക്കിക്കൊണ്ടുള്ള അന്വേഷണമാണ്. അപ്പൊ നമ്മളെ സത്യാന്വേഷികളാകണം, ആത്മാന്വേഷികളാകണം. ആത്മാന്വേഷികളാകണമെങ്കിൽ ആത്മജ്ഞാനികളായിരിക്കുന്ന ഗുരുക്കന്മാരിൽ നിന്നും ശ്രവണ ദീക്ഷയെ സ്വീകരിച്ച് അങ്ങനെ തന്നെ ജീവിക്കണം. അല്ലാതെ എത്രയോ കാലപ്പഴക്കമുള്ള പുസ്തകങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞ പുസ്തകങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പുസ്തകങ്ങളെ സ്വീകരിച്ച് ഗുരുജനങ്ങളെ അവഗണിച്ചാൽ, ഗുരുജനങ്ങളെ ആക്ഷേപിച്ചാൽ അത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു ഗുണവും ചെയ്യുകയില്ല എന്ന സത്യവും ആരും മറക്കുവാൻ പാടുകയില്ല. ഇവിടെ ബാഹ്യവികാസം കാലസ്വരൂപിയായ ഭഗവാന്റെ ജനന മരണങ്ങളാണ്. ഉള്ളിലേക്ക് പോകുമ്പോൾ ജീവതത്വത്തിലെത്തും. നമ്മൾ അങ്ങനെ അന്തർമുഖമായിട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ ജീവൻ ബ്രഹ്മതത്വത്തിലെത്തും. അപ്പോഴോ അപ്പൊ നമുക്ക് നമ്മുടെ തമോ ഗുണത്തെ രജോ ഗുണത്തിലും, രജോ ഗുണത്തെ സത്വഗുണത്തിലും, സത്വഗുണത്തെ അഹങ്കാരത്തിലും ലയിപ്പിക്കുവാൻ പറ്റും. അഹങ്കാരത്തെ മഹത്തത്വത്തിലും, മഹത്തത്വത്തെ പ്രകൃതിയിലും, പ്രകൃതിയെ പുരുഷനിലും ലയിപ്പിക്കുവാൻ സാധിക്കും. പ്രകൃതിയെ പുരുഷനിലും ലയിപ്പിക്കുമ്പോഴോ അത് തന്നെയാണ് മോക്ഷം. ഇങ്ങനെയുള്ള മോക്ഷം എല്ലാവർക്കും സാധ്യമാകുവാൻ ഈ ഭാഗവത ധ്യാനം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുക. അങ്ങനെ ഇവിടെ 3-ാമത്തെ സ്കന്ധത്തിലെ സർഗം എന്ന് പറയുന്ന ലക്ഷണത്തിലെ ആശയം നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നമുക്ക് 4-ാമത്തെ സ്കന്ധത്തിലെ കഥകളെയാണ് വിചാരം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നത്. ആയതിനായിട്ട് നമുക്ക് ആരംഭിക്കാം.